കുണ്ടുകടവ് പാലത്തിലെ ഗതാഗത നിരോധനത്തിൽ ആശങ്ക വേണ്ടെന്ന് എംഎൽഎയും ഉദ്യോഗസ്ഥരും കരാറുകാരും. ഒരു മാസത്തിനകം പഴയ പാലത്തിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കുമെന്ന് എംഎൽഎയുടെ ഉറപ്പ്. കുണ്ടുകടവ് പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ പാലത്തിലൂടെയുള്ള ഗതാഗത നിരോധനം ഒരു മാസത്തിൽ കൂടില്ലെന്ന് പി നന്ദകുമാർ എംഎൽഎ. ഒരു മാസത്തേക്ക് മാത്രമായിരിക്കും പാലം വഴിയുള്ള ഗതാഗത നിരോധനമുണ്ടാവുക. മാസങ്ങളോളം ഇതുവഴിയുള്ള ഗതാഗത നിരോധനം നിലനിൽക്കുമെന്ന തരത്തിലുള്ള പ്രചരണം ദുരുദ്ദേശപരമാണ്. റീറ്റെയിനിംഗ് വാൾ നിർമ്മിക്കുന്നതിന് രണ്ട് ഭാഗത്തും 30 മീറ്റർ താഴ്ചയിൽ റോഡ് കട്ട് ചെയ്യേണ്ടതുള്ളതിനാൽ ഗതാഗതം തടയാതെ നിർവാഹമില്ല. ഒരു മാസം കൊണ്ട് തന്നെ റീറ്റെയിനിംഗ് വാളിന്റെ നിർമ്മാണം പൂർത്തിയാക്കും. ഇതിനായി ഒരു മാസത്തെ ഷെഡ്യൂൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് എംഎൽഎ പറഞ്ഞു. ഫെബ്രുവരി മാസം പുതിയ പാലം തുറക്കും. പൊതുവികസന പ്രവർത്തനമെന്ന നിലയിലുള്ള ചെറിയ പ്രയാസങ്ങൾ കുറച്ചു കാലത്തേക്ക് ഉണ്ടാകും. തെറ്റിദ്ധരിപ്പിക്കുന്നവർ കാര്യങ്ങൾ മനസ്സിലാക്കണം. റീറ്റെയിൻ വാളിന്റെ പ്രവൃത്തിക്ക് ശേഷം പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കും. പഴയ പാലത്തിലൂടെ കാൽനടയാത്രയ്ക്ക് പോകാൻ തടസ്സമില്ലെന്നും എംഎൽഎ പറഞ്ഞു. ഒരു മാസത്തേക്ക് ഇത് അടച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഓപ്പൺ ചെയ്യുന്ന പോലെ പഴയ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ പോവുക. യാതൊരു സംവിധാനമില്ല. പഴയ റോഡിൽ തന്നെ ഒറ്റ മാസത്തേക്ക് വേണ്ടി മാത്രമാണ് സംവിധാനം. ഇവിടുത്തെ ഗതാഗത സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി മറ്റു റൂട്ട് നമ്മൾ തയ്യാറാക്കി ബസ് സർവീസ് നടത്തിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ അങ്ങനെ പോയതാണ്. ഒരു പ്രശ്നം അറിയുന്ന പഴയ ആൾക്കാർക്ക് അറിയാം. നമ്മുടെ നിയം വഴിക്കുന്ന ആ സംവിധാനം ഒരുക്കിയതാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടുത്തെ നമ്മൾ നല്ല പ്രചരണമൊക്കെല്ലാം കൊടുത്ത് ഈ പണി കൃത്യമായി പൂർത്തീകരണം നടത്തുന്നതിനാവശ്യമായ സംവിധാനത്തിന് എല്ലാവരും സഹായ സഹകരണം ഉണ്ടാക്കണം. ഫെബ്രുവരി മാസത്തിലേക്ക് പുതിയ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് ആ പാലം ഉപയോഗിക്കുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസക്കാലത്തെ വിഷമം നമുക്ക് പ്രദേശത്തുകാർക്കുണ്ടാവും. സ്വാഭാവികം മാത്രമാണ്. ഏത് നല്ല പ്രവൃത്തി വരുമ്പോഴും കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, വിഷമങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കുള്ളത് ഒരു പൊതുവികസന പ്രവർത്തനം നിരക്കി എല്ലാവരെയും സഹായം അഭ്യർത്ഥിക്കാനും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റണം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഗതാഗത നിരോധന കാര്യത്തിൽ ഒരു മാസ കാലാവധിയിൽ ഒരു ദിവസം പോലും നീളില്ലെന്ന് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധിയും പറഞ്ഞു. ഒരു മാസത്തേക്കാണ് ഈ റീറ്റെയിൻ വാൾ പൂർത്തീകരിക്കുന്നതിന് നമ്മൾ സമയം പ്രസ്തുത മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ ഒരു മാസത്തിനകം തന്നെ നമ്മൾ ഈ റീറ്റെയിൻ വാളിൻ്റെ പണി പൂർത്തീകരിച്ച് നിലവിലുള്ള റോഡ് ഗതാഗതം പഴയ പാലത്തിൽ തന്നെയുള്ള ഗതാഗതം സജ്ജമാക്കി നമ്മൾ പൂർത്തിയാക്കുന്നതാണ്. അതിന് പ്രവൃത്തി ഏറ്റെടുത്ത ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള ആ ഒരു മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ ഷെഡ്യൂൾ സംവിധാനങ്ങളും തയ്യാർ ചെയ്തിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രയാസം പരമാവധി ലഘൂകരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു ഷെഡ്യൂളുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം കുണ്ടുകടവ് പാലം പുനർനിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗത നിരോധനം ഈ മാസം 24 മുതൽ ആരംഭിക്കും. നേരത്തെ 21-നാണ് ഗതാഗത നിയന്ത്രണം തീരുമാനിച്ചിരുന്നതെങ്കിലും പിന്നീട് 24-ലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിലെ ഗതാഗതത്തിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പാലത്തിനോട് ചേർന്ന് നിലവിലെ റോഡ് കട്ട് ചെയ്യേണ്ടി വരുന്നതിനാൽ അപകടാവസ്ഥ ഒഴിവാക്കുന്നതിനാണ് പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്നത്. യാത്രാവാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും BM റെഗുലേറ്റർ കം ബ്രിഡ്ജ് വഴി കരിങ്കല്ലത്താണിയിലൂടെയാണ് പോകേണ്ടത്. ഹെവി ഗുഡ്സ് വാഹനങ്ങൾ കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്നും എടപ്പാൾ വഴി പോകണം. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.